ഇതാണ് കേട്ടോ നമ്മുടെ ഡെക്കിലേക്ക് ഇടാൻ വേണ്ടി റോയിച്ചൻ അയക്കിയെന്ന് മേടിച്ച സംഭവം. ഹലോ ഹായ്, എന്നാ ഉണ്ട്? സുഖമല്ലേ? നിങ്ങൾക്ക് സുഖമല്ലേ? ഓക്കെ, ഇന്നതാ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് പാറ്റിയോ സെറ്റപ്പാണ്. കാര്യം കഴിഞ്ഞ വർഷം നമ്മൾ പാറ്റിയോ മേക്ക് ഓവർ ചെയ്തൊരു വീഡിയോ ഉണ്ടായി, അത് അത്യാവശ്യം പേര് കണ്ടു കേട്ടോ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നതാ പാറ്റിയോ സെറ്റപ്പാണ്. വിൻ്ററിന് ശേഷം ഉള്ള സമ്മറിൻ്റെ സെറ്റപ്പ്. പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തി. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുൻപ് ഞങ്ങളുടെ ഈ ഫാമിലിയെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ, കൂട്ടത്തിൽ ഈ വീഡിയോ ഒരു ലൈക്കും കൂടെ ചെയ്ത് ഫുൾ ഒന്ന് കണ്ടേച്ചും പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലേ? നമ്മുടെ പാറ്റിയോ ഇപ്പോഴത്തെ ഒരു രീതി എന്താണെന്നുള്ളത് വേഗം കാട്ടിത്തരാം. നല്ല കാറ്റുണ്ട് ഇന്ന്. ദാ ഇങ്ങനെയാണ് കേട്ടോ, നമ്മളിതെല്ലാം മൂടിയിട്ടേക്കാണ് ചെയറും കാര്യങ്ങളും ഒക്കെ. അതേപോലെ കഴിഞ്ഞ വർഷം നമ്മളിതാ പായൊക്കെ ഇവിടെ വെച്ചിരുന്നു, പക്ഷെ അതൊക്കെ കാറ്റത്ത് പറന്നു പോയി, പായയുടെ പശയൊക്കെ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഈ പായയുടെ ഐഡിയ അത്ര കണ്ട് സേഫായിട്ട് തോന്നാത്തതുകൊണ്ട് നമ്മൾ ആ പായയുടെ ഐഡിയ അങ്ങ് മാറ്റിയിട്ട് വേറെ എന്തോ ഒരു ഐഡിയയും കൊണ്ട് റോയിച്ചൻ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഐക്കിയെ പോയി ആശാൻ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അതെന്താണെന്ന്. സോ അതെനിക്കും സർപ്രൈസാണ്. എന്തായാലും അത് ട്രൈ ആണ്, എങ്ങനെയായിരിക്കും ആ ഒരു സെറ്റപ്പ് എന്ന് കാണാൻ ഞാനും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ പാറ്റിയോ ഇങ്ങനെയാണ് കേട്ടോ. നമുക്കിനി ആ പഴയ കർട്ടൻസ് ഒക്കെ സെറ്റ് ചെയ്ത് ഇടണം, ഫ്ലോറിങ് സെറ്റ് ചെയ്യണം, ഇതെല്ലാം മടക്കിയെടുത്ത് നമ്മുടെ ചെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം, നമ്മുടെ ഫ്ലവേഴ്സും കാര്യങ്ങളും എടുത്ത് വെക്കണം. അങ്ങനെ ഇതാ പണിക്കാരൻ്റെ വേഷമൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരെണ്ണം എടുത്ത് മടക്കി വെച്ചു. ഇപ്പോൾ ഇതാ നമ്മുടെ ചെയറിൻ്റെ കവർ ഊരുകയാണ്. മടക്കുന്നത് റോയിച്ചൻ്റെതായ കഴിവനുസരിച്ച് ഇപ്പം മടക്കും. പൊടിയൊക്കെ പറക്കുന്നുണ്ട്, നല്ല പൊടിയുണ്ട് കേട്ടോ. റോയിച്ചൻ ദാ അവിടെ എല്ലാം അടിച്ച് വൃത്തിയാക്കാണ് കേട്ടോ. ഞാനത് ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പിള്ളേർക്ക് ചോറ് കൊടുക്കുകയാണ്. പിന്നെ ഭയങ്കര പൊടി, അതുകൊണ്ട് പുറത്ത് പോയി വീഡിയോ എടുക്കാനൊന്നും നടക്കില്ല. ഭയങ്കര കാറ്റുമാണ് ഗൈസ്, ഭയങ്കര കാറ്റും ഭയങ്കര പൊടി, അതുകൊണ്ട് പെര അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഡെക്കിലേക്ക് ഇടാൻ വേണ്ടി റോയിച്ചൻ അയക്കിയെന്ന് മേടിച്ച സംഭവം. ഇതെന്താണ് സംഭവം എന്ന് എനിക്കും അറിയില്ല. ലെറ്റ്സ് സീ. ഓപ്പണ്. ബ്ലോക്സ് വെച്ചിട്ടുള്ള മാറ്റാണ് കേട്ടോ. അപ്പം വാക്യൂം ചെയ്യേണ്ടി വരുമായിരിക്കും അല്ലേ? കാർപ്പറ്റ് പോലത്തെ മാറ്റാണ് കേട്ടോ. നമുക്ക് വാക്യൂം ചെയ്താൽ മതി എല്ലാ ആഴ്ചയും. ഓക്കെ, നൈസ്. ഇതിൻ്റെ ഉള്ളൊന്ന് കാണിക്കട്ടെ. ഇതിൻ്റെ ഉള്ളിതാ ഇങ്ങനെയാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ല ഗ്രിപ്പ് കിട്ടും, അനങ്ങി പോകത്തൊന്നുമില്ലെന്ന് തോന്നുന്നു. പിന്നെ ഇത് ഇൻ്റർലോക്കിംഗ് അല്ലേ, അതുകൊണ്ട് ഈ ലോക്കിങ് കയറ്റി ഇടുക അടുത്തത്. അതുകൊണ്ട് നമുക്കങ്ങനെ ഊരിപ്പോവോ കാറ്റത്ത് പറന്നു പോവോ എന്നുള്ള പേടി വേണ്ടായിരുന്നു വിചാരിക്കുന്നു. സക്സസ് ആയിരിക്കും ഇത്. വാക്യൂം ചെയ്താൽ മതിയല്ലോ ഇടയ്ക്കൊക്കെ. ആ ലോക്കിയാണ് ഒന്ന് കാണിച്ചത് എങ്ങനെയാന്ന്. ലോക്കായോ ഇപ്പോൾ? അത് പുഷ് ചെയ്ത് ലോക്കാക്കണം അല്ലേ? ക്ലിക്ക് ഒച്ച കേൾക്കാം. അപ്പം ഇനി ഇത് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ, ഇല്ലെങ്കിൽ പിന്നെ ഒത്തിരി ലെങ്തി വീഡിയോ ആയിപ്പോവും. ഓക്കെ, നമ്മളിപ്പോൾ ഹാഫ് വേ കഴിഞ്ഞു. ഇനി ഈ ഒരു ഭാഗം ചെയ്യണമെങ്കിൽ നമുക്കിത് മാറ്റണമല്ലോ. അപ്പോൾ ഇത് പിടിച്ച് മാറ്റാൻ പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ പാറ്റിയോ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ പാറ്റിയോ മേക്ക് ഓവർ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. കാരണം നമ്മുടെ പാറ്റിയോയിലെ ഡെക്ക് മാത്രമേ ഉണ്ടായിരുന്നു, നമ്മളിതെല്ലാം ഫിക്സ് ചെയ്തതായിരുന്നു. പക്ഷേ ഈ വർഷം വിൻ്ററിൽ നമ്മളെല്ലാം അടച്ചു വെച്ചിട്ട് ക്ലീനപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. ഇനിയൊരു ഫൈനൽ ഔട്ട് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ കാണണ്ടേ. ഈ വർഷം നമ്മൾ പാറ്റിയോ ആയിട്ടല്ല, നമ്മളൊരു ലിവിങ് റൂമായിട്ട് തന്നെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ ആഡപ്പ് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഈ ചെടി അവിടെ ഇരുന്നാണ് കേട്ടോ, അത് നമ്മൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. പ്ലസ് ഒരു മെയിൻ മാറ്റം എന്താ, അതായത് ഒരു ഫാമിലി റൂമിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു വലിയ മാറ്റം എന്താണ് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലോർ നമ്മൾ ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. വീഡിയോയിൽ ഞാൻ കുറച്ചൊക്കെ കാണിച്ചിരുന്നു, പക്ഷേ എൻറ്റയർ ഫ്ലോർ എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും, ഫുള്ളി കാർപ്പറ്റഡ് ആക്കി നമ്മൾ. അതുകൊണ്ട് തന്നെ നല്ല രസമായിട്ടുണ്ട്.
ഫാമിലി റൂം പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന, നമ്മുടെ വീട്ടിൽ ഫാമിലി റൂം എന്നൊരു ഓപ്ഷൻ നമുക്കില്ല കേട്ടോ. കാരണം നമ്മുടെ വീട് അങ്ങനത്തെ ഒരു സെറ്റപ്പിലായതുകൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലിവിങ് റൂം മാത്രമേ നമുക്കുള്ളൂ, ഒരു ഫാമിലി റൂം ഇല്ല. അപ്പോൾ ഇത് നമുക്കൊരു ഫാമിലി റൂം പോലെയാണ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ കാർപ്പറ്റിനെ പറ്റി പറയുകയാണെങ്കിലോ, നമ്മൾ ചെയ്ത ഈ ഒരു ഫ്ലോർ എന്ന് പറയുന്നത് ഐക്കിയിൽ നിന്ന് മേടിച്ച ഒരു ഫ്ലോറാണ് കേട്ടോ. ഇത് ഓരോ പീസസ് ആണ്, നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും ഡേർട്ടി ആവില്ല, അല്ലെങ്കിൽ നമ്മുടെ റൂം പോലെ തന്നെ നമ്മുടെ വീടിനകം എങ്ങനെയാണോ അങ്ങനെ തന്നെ നമുക്ക് ഫീൽ ചെയ്ത് നടക്കാനൊക്കെ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇത് കാർപ്പറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വാക്യൂം ചെയ്ത് ക്ലീൻ ആക്കി വെക്കാം. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ അകം വാക്യൂം ചെയ്യുമ്പോൾ തന്നെ ഇവിടവും വന്ന് വാക്യൂം ചെയ്യാം. അപ്പോൾ അത് ക്ലീൻ ആയിട്ട് തന്നെ എപ്പോഴും ഇരിക്കും കേട്ടോ. പിന്നെ കാറ്റും മഴയൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞാൽ പൊടിയൊക്കെ വരുമല്ലോ, അപ്പോൾ അതൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം വാക്യൂം ചെയ്യുമ്പോൾ അങ്ങ് വാക്യൂമായി പൊക്കോളും, ക്ലീൻ ആയിട്ടിരിക്കും. പിന്നെ ഈ ഒരു കാർപ്പറ്റിന് ഒരു പ്രത്യേകത വെച്ചാൽ ഇത് വിൻ്ററിലും സമ്മറിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, മഴയത്തും സ്നോയിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാർപ്പറ്റാണ്. ഇതിനകത്ത് തുളകളുള്ളതുകൊണ്ട് തന്നെ വെള്ളം ഡ്രെയിനായിട്ട് അങ്ങ് പോയിക്കോളും, അങ്ങനെ ഇങ്ങനെ കിടക്കില്ല, പെട്ടെന്ന് ഉണങ്ങിയും കിട്ടും കേട്ടോ. വലിയ കട്ടിയില്ലാത്ത കാർപ്പറ്റ്, ചെറിയൊരു തിൻ ലൈനേ ഉള്ളൂ ഈ കാർപ്പറ്റ്, പക്ഷേ നല്ല സോഫ്റ്റാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആവുകയും ചെയ്യും. സോ അങ്ങനത്തെ ഒരു ഇത് നോക്കിയിട്ടാണ് റോയിച്ചൻ ഐക്കിയെന്നാണ് കേട്ടോ നമ്മളിത് മേടിച്ചത്. അപ്പോൾ എല്ലാം കൊണ്ടും താങ്ക് യു റോയിച്ച ഫോർ ദിസ് വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ ഫാമിലി റൂം. ഞാനാണിത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇവിടെ, കാരണം പിള്ളേർ സ്കൂളിൽ പോകും, റോയിച്ചൻ ജോലിക്ക് പോകും, എവ്രി ഡേ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാനിവിടെ വന്ന് നല്ലതായിട്ട് എൻജോയ് ചെയ്യും. കുറച്ച് ലൈറ്റ്സ് ഇവിടെ ആഡ് ചെയ്തു. ഇത് നൈറ്റിൽ, ഇത് സോളാറാണ് കേട്ടോ. അപ്പോൾ നൈറ്റിൽ ഇങ്ങനെ ഡിഫറെൻറ്റ് കളർ ലൈറ്റ്സ് വരും. പിന്നെ നമ്മൾ ആഡ് ഓൺ ചെയ്തതാണ് ഈ ഒരു മഷ്റൂംസ്. എനിക്ക് മഷ്റൂംസ് പണ്ട് പോലെ ഭയങ്കര ഇഷ്ടമാണ്, റോയ്സിനും ഇഷ്ടമാണ്. പിന്നെ നമ്മൾ കണ്ടപ്പം നമ്മൾ മേടിച്ചാണെങ്കിൽ ലൈറ്റൊക്കെ വേണമെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്യാം, പക്ഷെ നമ്മൾ അങ്ങനെ ലൈറ്റ്സ് ഇപ്പം ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒരു ലീവ്സ് നമ്മളിങ്ങനെ, ഇത് എവിടെ നിന്ന് മേടിച്ചതായിരുന്നു? നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചതായിരുന്നു അല്ലേ? നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചതായിരുന്നു. അത് പണ്ട് മേടിച്ചത് നമ്മുടെ അകത്തിരുന്നത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഒരു കാടും പള്ളയൊക്കെ ആയിട്ട് ഇരുന്നോട്ടെ എന്നങ്ങ് വിചാരിച്ചു. പിന്നെ നമ്മൾ താഴെ ഇരുന്ന ഒരു ഇല്ലിയാണ് കേട്ടോ, ഇത് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചു. ഇത് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഒരു വേറെ തന്നെ ഒരു ഫീല് ഈ ഫാമിലി റൂമിന് കിട്ടിയതുപോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, ഞാനിവിടെ വന്ന ഇടയ്ക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ വീഡിയോസ് എഡിറ്റ് ചെയ്യാനാണ് കേട്ടോ കൂടുതൽ ഞാനിവിടെ ഇരുന്നിട്ടുള്ളത്. പിന്നെ അല്ലാണ്ട് ഉച്ചയ്ക്കൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ദിവസങ്ങളുണ്ട്. പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ട് റോയ്സിനും ഒക്കെ ജോലിക്ക് പോയി കഴിയുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ദിവസങ്ങൾ ഞാനിങ്ങനെ ആ മൂലയിൽ ആ ഹാർട്ടും കെട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കും കുറേ സമയം. നല്ല റിലാക്സ്ഡ് ആണ്. ഉച്ചയ്ക്കാണെങ്കിലും വെയിലൊന്നും ആ ഒരു മൂലയിലേക്ക് അടിക്കാറില്ല കേട്ടോ, പൊതുവേ ആ ഒരു സൈഡ് വെയിൽ അടിക്കാറില്ല. ആ ഒരു മൂലയിലാണ് എൻ്റെ സീറ്റിങ്ങും എൻ്റെ ഒരു കംഫർട്ട് ചെയർ എന്നൊക്കെ പറയണത് അതാണ്. പിന്നെ നമുക്കൊരു സേഫ് ഗാർഡ് ഇവിടെ ആവശ്യമായതുകൊണ്ട് എവിടുന്നോ പോയിട്ട് വന്നപ്പോൾ റോയ്ച്ചൻ മേടിച്ചിട്ട് വന്നൊരു, ഇതെന്താ മാൻകുഞ്ഞോ എന്തായാലും ഒരു സ്റ്റോപ്പറാണ് കേട്ടോ. ഇത് ആക്ച്വലി ഒരു ഡോർ സ്റ്റോപ്പറാണ്, പക്ഷേ നമുക്കിത് നല്ല വെയിറ്റ് ഉള്ള നല്ല രസമായിട്ടിരിക്കണോണ്ട് നമ്മൾ അതിനതാ ഇവിടെ ഇങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. നമ്മുടെ സേഫ് ഗാർഡ് ഇവനാണ്. നമ്മൾ വൈകുന്നേരങ്ങളിൽ പൊതുവേ എല്ലാ ദിവസവും ഒന്നും ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല, പക്ഷെ സമയം കിട്ടുമ്പോൾ റോയ്ച്ച് നേരത്തെ വരുന്ന വൈകുന്നേരങ്ങളിലൊക്കെ നമ്മളിവിടെ വന്നിങ്ങനെ ഇരുന്ന് കുറച്ചൊക്കെ വർത്തമാനങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ പിള്ളേർ നോർമലി കളിക്കാൻ പോവും, കുറച്ച് നേരമൊക്കെ പുറത്തൊക്കെ കളിച്ചിട്ട് തിരിച്ച് കയറി വന്നു കഴിയുമ്പം ഞാനും പിള്ളേരും തമ്മിൽ വലിയൊരു ഫൈറ്റ് ഉണ്ടാവും. എങ്ങനെയാണെന്നറിയാമോ? പിള്ളേർക്കും ഈ കോർണർ വേണം, എനിക്കും ഈ കോർണർ വേണം. ഞങ്ങൾ 3 പേരും കൂടെ ഈ കോർണറിന് വേണ്ടി വഴക്കുണ്ടാക്കണം. ഇന്നിപ്പോൾ എന്തോ കുഞ്ഞിപ്പെണ്ണ് ആ ഒരു സെറ്റിൽ പാപ്പയുടെ കൂടെ അങ്ങ് പോയിരിക്കുന്നുണ്ട്, പക്ഷേ റോണ് വന്ന വഴി എൻ്റെ കോർണർ എടുത്തു. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവേ ഇവിടെ ഇരുന്ന് വഴക്കുണ്ടാക്കാറ്. അതല്ലാതെ ആ ഒരു വഴക്കൊഴികെ ബാക്കിയെല്ലാം കാം ആൻഡ് റിലാക്സ്ഡ് ആണ് കേട്ടോ ഇവിടെ. പക്ഷേ ഈ ഒരു ഏരിയ ആണ് നമുക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഓടി വന്നിരുന്നിട്ട് പിള്ളേരെ അപ്പുറം ഇപ്പുറം ഇരുത്തി ഹഗ് ചെയ്ത് മറ്റേ നമ്മൾ ആ സോഫ്റ്റ്നെസ്സിലേക്ക് അങ്ങ് കൊണ്ടുവരും. അങ്ങനെയൊക്കെയാണ് കാം ചെയ്യണം അല്ലേ റോണു? അപ്പോൾ അത് അത്രയൊക്കെ തന്നെ ഉള്ളൂ അല്ലേ നമുക്ക് ഫേവറേറ്റ്. കുറച്ചേരൊക്കെ ആ വഴക്ക് അങ്ങനെ നിലനിൽക്കും. എല്ലാ വീട്ടിലൊക്കെ പിള്ളേരും അമ്മയൊക്കെ വഴക്കുണ്ടാക്കുന്ന പോലെ തന്നെ. അതല്ലാതെ നമ്മൾ ഹാപ്പിയാണ്, റിലാക്സ്ഡ് ആണ്, കാം ഒരു എൻവയോൺമെൻ്റ് ആണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ വന്നിങ്ങനെ വൈകുന്നേരങ്ങളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. കിളികളുടെ ഒച്ചയും നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. എല്ലാം മതി മറന്ന് ആഘോഷിക്കും, അല്ലെങ്കിൽ മതി മറന്നിരിക്കും എന്നൊക്കെ പറയണ പോലെ അല്ലേ ചായ? റോയ്ച്ച ഇരിക്കാറില്ല അധികം, റോയ്ച്ചിന് അങ്ങനെ പറ്റാറില്ലല്ലോ, അധികം സമയം കിട്ടാത്തതുകൊണ്ട്. ഞാൻ പൊതുവെ രാവിലെകളിൽ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് സമയം കിട്ടാറുണ്ട് ഇവിടെ. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഈ ഒരു പാറ്റിയോ അല്ലെങ്കിൽ ലിവിങ് റൂം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. ബൈ.